നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഇന്ന് ഈ സമയം വരെ ഒത്തിരി കോൾസ് വന്നു. എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോൾ ഈ വർഷം കുറച്ച് പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം ഒരുപാട് ആശങ്കകളുള്ള ഒരു വലിയ കൂട്ടം രക്ഷിതാക്കളെയാണ് ഈ വർഷം അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത്. ഇന്ന് വന്ന കോളിൽ കുറേയൊക്കെ ഭയങ്കര സന്തോഷത്തിലുള്ളതും കുറച്ച് കൂടുതൽ വലിയ സങ്കടത്തിലുമാണ്. ഈ സന്തോഷമുള്ള ആളുകളോട് എനിക്ക് കൂടുതലൊന്നും പറയാനുണ്ട്. നന്നായിട്ടുണ്ട്, കൺഗ്രാറ്റ്സ്, എന്ത് ചെയ്യണം, നല്ല കോളേജ് സെലക്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തും. കാരണം അവരും അത്രയും പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുമില്ല, അവർക്ക് കേൾക്കാനുമില്ല. രണ്ടാമത്തെ കൂട്ടർ വിളിക്കുന്നതേ, ഇപ്പോൾ നേരത്തെ ഒരു പാരന്റ് എന്നെ വിളിച്ചിട്ട്, അതായത് അയാളുടെ ലൈഫ് കഴിഞ്ഞു, അല്ലെങ്കിൽ അയാളുടെ കുട്ടിക്ക് ഇനി എന്തില്ല, മുമ്പോട്ടൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടായി. അതായത് +2 കഴിഞ്ഞു, വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്തു. കാരണം ഒരു ബിലോ ആവറേജ് പിന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസുള്ള ഒരു പാരന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷം വലിയ ദൂരെ ഒരു സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ, സ്കോളർഷിപ്പ് ഒന്നും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്യുമ്പം ഒരു വലിയ പണം ചിലവായി ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ആശങ്ക, അത് ആശങ്ക എന്ന് എനിക്ക് പറയാനാവില്ല. അപ്പം ഞാൻ ആ ഒരു പാരൻസിൻ്റെ ആ ഒരു ഗ്രൂപ്പിനോടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഒരു 10-25 വർഷത്തെ ഈ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ വളരെ ആധികാരികമായിട്ട് പറയുകയാണേ, റിപ്പീറ്റ് എന്ന് പറയുന്നതോ റിപ്പീറ്റ് എന്ന് പറയുന്നതൊന്നും കുട്ടിയുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഒരു എക്സാമേ അല്ല. അവർ ടാലൻറ്റഡ് ആണെങ്കിൽ അവരെന്തായാലും +2 ഒരു വലിയ മാർക്ക് വാങ്ങിയ ആളുകളായിരിക്കല്ലേ. 10ാം ക്ലാസ്സിന് നല്ല മാർക്ക് കിട്ടിയിട്ടല്ലേ അവർ +1 ബയോളജി സയൻസ് എടുത്തിട്ടുണ്ടാകുക. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവണം, അവർ ഓൾറെഡി അവർ ഗിഫ്റ്റഡ് ആണ്. ഇതൊരു പരീക്ഷ, ഇതൊരു മത്സര പരീക്ഷയാണ്. ഇത് നേടാണ്ടായിപ്പോയതൊന്നും ഒരിക്കലും എന്തല്ല, നമ്മൾ അവരുടെ ലൈഫിനെ തീർന്നു എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യരുത്. കാരണം എക്സാം പഠിച്ച രീതി, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു രീതി, പഠിപ്പിച്ച സ്ഥാപനം, അവരുടെ അധ്യാപകർ, അവരുടെ മെൻറ്റേഴ്സ്, ഇതൊക്കെ ഘടകങ്ങളാണ്. ഒരു നല്ലൊരു അധ്യാപകൻ വന്നിട്ട് ഒരുപാട് പഠിപ്പിച്ചതുകൊണ്ട് ആ കുട്ടിക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. ഏറ്റവും നല്ല മെറ്റീരിയൽ എടുത്ത് വെച്ച് പഠിച്ചതുകൊണ്ട് ആ കുട്ടിക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. ഇതെല്ലാം കൂടി ആ പരീക്ഷ എഴുതുന്ന ദിവസം കൂടെ അയാളതായാൽ, അല്ലേ, നമ്മൾ പറയും മേലെ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു പരീക്ഷയുടെ റിസൾട്ടാണ് അവർക്ക് എന്ത് ചെയ്യുക, പ്ലസും മൈനസും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പേരൻസിനോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഈ ഒരു ആശങ്കയും ഒരു വേവലാതിയും ഈ പരീക്ഷ എഴുതിയ കുട്ടിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യരുത് ഒരു കാരണവശാലും. കാരണം അത് മറികടക്കാനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇന്ന് നമ്മൾ പലതും കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്നെ വിളിച്ച എല്ലാ പാരൻസിനോടും പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, നിങ്ങളെ കുട്ടി ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ 2 ദിവസം എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ കൃത്യമായി പഠിച്ച്, അതായത് നിങ്ങളെ കുട്ടീനെ നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് നിങ്ങളെ കുട്ടി ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങളെ കുട്ടി ഇതിന് പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ പറയണ്ടായി. നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ രാത്രി വീട്ടിലെത്തിയിട്ട് എന്നെ വിളിച്ചോ, കുട്ടീനെയും കൂടെ കൂട്ടി ഇരുത്തിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. നമ്മളെ കൂടെ കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുണ്ട്, കുറേ മെൻറ്റേഴ്സ് ഉണ്ട്, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, അവരോടൊക്കെ നിങ്ങൾ സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാരൻസ് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പരീക്ഷ വെച്ചിട്ടൊന്നും എന്ത് ചെയ്യരുത്, കുട്ടീൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊന്നും ഒരു തീരുമാനം എടുക്കണ്ട. നല്ലോണം ആലോചിക്കുക. ഇതൊരു മത്സര പരീക്ഷയാണ്. ആ ദിവസം രാവിലെ എക്സാം ഹാളിൽ കയറുന്നതൊരു തലവേദനയോട് കൂടിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലിയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടാണെങ്കിൽ പരീക്ഷ ചിലപ്പോൾ നല്ലോണം എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പാരൻസിനോട് പിന്നെയും പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ചേർത്ത് വെച്ച് അവരെ കൂടെ അവരുടെ പൾസ് നിങ്ങളെ നെഞ്ചോട് ചേർത്തിട്ട് മനസ്സിലാക്കിയെടുക്കുന്നോ അതിനനുസരിച്ച് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തീരുമാനത്തിലെത്തി നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള ഇനി വീണ്ടും ഒരു പരീക്ഷ റിപ്പീറ്റോ ഒക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം സെലക്ട് ചെയ്ത് അതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ കുട്ടീനെ നിങ്ങൾ നോക്കുന്ന അത്ര ആവില്ലെങ്കിലും ഏകദേശം അതേപോലെ നോക്കുന്നൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടുത്തെ കേൾപ്പിക്കുക. ഓക്കെ, താങ്ക് യു.